അപ്പോൾ എല്ലാവർക്കും ഹായ്. നമ്മുടെ കയ്യിൽ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു. അത് വെച്ച് നമുക്കിന്ന് ഒരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാം. തേൻ നെല്ലിക്ക എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ മധുരമൊക്കെ ഇട്ട് തേൻ ഒഴിക്കുന്നത് കൊണ്ട് തേൻ നെല്ലിക്ക എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക ഒരു 5 മിനിറ്റ് പുഴുങ്ങിയെടുക്കണം. അതിന് മുന്നേ ഫോർക്ക് കൊണ്ട് നമുക്കിതൊന്ന് കുത്തിയിട്ട് എല്ലായിടത്തും ആക്കാം. നമ്മൾ മധുരം ചേർക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നെല്ലിക്ക ഈ പാത്രത്തിലിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തീ കത്തിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ കളർ മാറി വന്നാൽ മതി. അപ്പോൾ നമുക്കിത് കോരിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ മധുര നെല്ലിക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ശർക്കരയാണ് ഇതിനെടുക്കുന്നത്. നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലേക്ക്. അതിനുശേഷം നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന ശർക്കര കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കയുടെ അളവിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തേൻ നെല്ലിക്ക ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ശർക്കരൻ്റെ ആവശ്യമില്ല, നമ്മൾ മധുര നെല്ലിക്കയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏലക്കയും പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി വരണം. ഇനി നമുക്കിത് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം, അടിയൊന്നും പിടിക്കാതെ. ശർക്കര ശരിക്കും പാനിയാവുന്നത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഈ പരുവത്തിൽ കിട്ടണം. നൂൽ പരുവത്തിൽ എങ്ങനെ വരണം. ആ സമയത്ത് നമ്മുടെ ശർക്കര പാനിയിലേക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര നമ്മുടെ നെല്ലിക്കയിൽ എല്ലാ ഭാഗത്തും പറ്റാൻ പരുവത്തിൽ ഇളക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മേടിച്ച തേനാണ് ഉണ്ടാക്കണം, വീട്ടിൽ നിന്ന് ചെറു തേനാണത്. നമ്മളൊരു 3-4 സ്പൂണ് തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ചൂടൊക്കെ ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്കത് ഒരു ഗ്ലാസിൻ്റെ ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മധുര നെല്ലിക്ക ഇവിടെ റെഡിയായി. വീഡിയോയ്ക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് എടുക്കണ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് നമ്മുടെ ശർക്കരയും തേനും ഒക്കെ അതിൽ പിടിച്ചിട്ട് ഇതാവണത് അപ്പോഴാണ്. ഇപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട്. പട്ടയും ഗ്രാമ്പും ഏലക്കായൻ്റെ ഒക്കെ മണവും മധുരവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. നെല്ലിക്കയുടെ ചെറുതായിട്ടുള്ള കയ്പ്പും അതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. നെല്ലിക്ക കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമ്മളിവിടെ പഞ്ചസാരയല്ലല്ലോ എടുത്തിരിക്കുന്നത്, ശർക്കരയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.